താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതിനാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് ഓർമ്മയുണ്ട്? 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ വർക്ക്, എനർജി ആൻഡ് പവർ എന്നൊരു ചാപ്റ്ററിലെ എനർജിയുടെ ഭാഗത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കെട്ടിടങ്ങളും പാലങ്ങളൊക്കെ നിർമ്മിക്കാൻ അതിൻ്റെ അടിത്തറ ഉറപ്പിക്കുന്നതിനായി ചെയ്യുന്ന പൈലിംഗ് പ്രവർത്തനങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആ ഒരു പൈലിംഗ് പ്രവർത്തനമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ചുറ്റുപാടും ഒബ്സർവ് ചെയ്താൽ കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്, അറിയുന്ന കാര്യങ്ങളാണ്. അതൊന്ന് റിലേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സയൻസ് സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആണെങ്കിലും നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെല്ലാത്തിലും ഈ 3 കാര്യങ്ങളുണ്ട്. സയൻസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും അത് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നതും ദഹന പ്രക്രിയ എല്ലാം ബയോളജിക്കലായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്, കെമിസ്ട്രിയുടെ റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാം അല്ലേ? അതുപോലെ തന്നെ എനർജി അല്ലേ, ലൈറ്റ് എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്, ഇതെല്ലാം എന്താണ് നമുക്ക് ഫിസിക്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പറയാം. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളാണ്, സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ആ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ മറന്നു പോവില്ല. ആ ഒരു കൺസെപ്റ്റ് ഒരിക്കലും മറന്നു പോവില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ചുറ്റുപാടും ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനെ ഒന്ന് നിങ്ങൾ മാക്സിമം റിലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനൊരു ചെറിയ ശ്രമം മാത്രം മതി. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, അതെന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ഇന്നതാണെന്നൊന്ന് നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ശ്രമം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പല കാര്യങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ അത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും നിങ്ങൾ ശ്രമിക്കും. അപ്പം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് മെത്തേഡ് എന്ന് തന്നെ പറയാം, ഒബ്സർവ് ചെയ്തിട്ട് അത് നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുക എന്നുള്ളത് ബെസ്റ്റ് വേ ആണ്. പഠിക്കാൻ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് വേ ആണ് ഒബ്സർവേഷനിലൂടെ നമ്മൾ പഠിക്കുക എന്നുള്ളത്.